ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ പാത്ത് ഓഫ് എൻ ഇലക്ട്രോൺ മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 3 × 10⁻⁷ meter per second in a magnetic field 6 × 10⁻⁻⁴ Tesla perpendicular to it? What is the frequency? Calculate the energy in kilo electron volt. ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്താണെന്ന്? അതായത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല, എന്നാലും ക്വസ്റ്റ്യൻ ക്ലിയർ ആവാൻ വേണ്ടി പറയാണ്. വി ഹാവ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, സേ ഫോർ എക്സാമ്പിൾ പെർപെൻഡിക്കുലർ ടു ദ സ്ക്രീൻ ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ ഒരു സർക്കുലർ മോഷനിലായിരിക്കും വരാം. നമുക്കതറിയാം. പോസിറ്റീവ് ചാർജ് ആൻറ്റി ക്ലോക്ക് വൈസിലും നെഗറ്റീവ് ചാർജ് ക്ലോക്ക് വൈസിലായിരിക്കും മൂവ് ചെയ്യുക. ഒരു ഫിക്സഡ് സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് മൂവിങ് ഇൻ എ ഫിക്സഡ് സ്പീഡ് വിത്ത് എ ഫിക്സഡ് സ്പീഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അറിയാം, സ്പീഡ് അറിയാം. നമുക്ക് ആദ്യം വേണ്ടത്, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ശരി തന്നെയാണല്ലോ, വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് വേണ്ടത്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ പാത്ത്? അതാണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, mv/qb ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അല്ലേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ? മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9 × 10⁻⁻31. വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ, അത് 3 × 10⁻⁷ ആണ്. ഡിവൈഡ് ബൈ താഴെ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, അത് 1.6 × 10⁻⁻19 ഇൻറ്റു ബി മാഗ്നറ്റിക് ഫീൽഡ്, അത് 6 × 10⁻⁻⁴ ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ റേഡിയസ് 0.28 മീറ്റർ കിട്ടും. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. റേഡിയസ് ഈസ് 0.28 മീറ്റർ. നമുക്കിനി സെക്കൻഡ് പാർട്ട് നോക്കാം. ഇനി എന്താ കാണേണ്ടത്? ഫ്രീക്വൻസി കാണണം അല്ലേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ. ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല എന്താണെന്ന് അറിയാമോ? ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല qb/2πm ആണ്. ഓക്കെ ആണല്ലോ. qb/2πm ആണ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിൽ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കാം. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് 1.6 × 10⁻⁻19. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 6 × 10⁻⁻⁴. താഴെ 2 × 3.14 × m എന്ന് പറഞ്ഞാൽ മാസ്സാണ്. ഇലക്ട്രോണിൻ്റെ മാസ് തന്നിട്ടുണ്ട് 9 × 10⁻31. ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. ചെയ്തു വരുമ്പോൾ 1.7 × 10⁻⁷ ഹെഡ്സ് കിട്ടും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇനി നമുക്ക് കാണേണ്ടത്, ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. ഇലക്ട്രോൺ മൂവ് ചെയ്യാണ്, അപ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് ബോഡി ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, ½ mv² ആണ്. ദാറ്റ് മച്ച് ജൂൾസ്. ½ ജൂൾസ് ആണ് കൈനറ്റിക് എനർജി. നമുക്കിവിടെ ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടണോ അല്ലേ? ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ അറിയാമോ? കിലോ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ പറയുന്നുണ്ട് 1 ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻⁻19 ജൂളാണ്. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതായത് ഇവിടെ സൈഡിലായിട്ട് എഴുതിക്കോട്ടെ. 1.6 × 10⁻⁻19 ജൂൾസ് 1 ഇലക്ട്രോൺ വോൾട്ടാണെന്നാണ് നമുക്കറിയാം. അത് പഠിച്ചു വെച്ചേക്കണേ, തന്നിട്ടുണ്ട്. 1 ജൂൾ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? 1 ജൂൾ എന്തായിരിക്കും? ഈ 1.6 × 10⁻⁻19 റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ പോരെ?
1 joule will be 1 by 1.6 into 10 raised to minus 19 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഈ നമ്പർ റൈറ്റ് സൈഡിലോട്ട് എടുത്തതാണ്. ഇവിടെ ഹാഫ് mv² ജൂൾസ് ആണ്. അത് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ കിലോ ഇലക്ട്രോൺ വോൾട്ട് ആക്കണം. ആദ്യം നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് ആക്കാം അല്ലേ. ഹാഫ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ മാസ് ആണല്ലോ. മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9 into 10 raised to minus 31. v², v തന്നിട്ടുണ്ടല്ലോ, 3 into 10 raised to 7 സ്ക്വയർ ജൂൾ അല്ലേ, ജൂളാണ്. നമുക്കത് 1 ജൂൾ എന്ന് പറഞ്ഞാൽ 1 by 1.6 into 10 raised to minus 90. ദാറ്റ് മച്ച് ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ദിസ് മച്ച് ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇത് കാൽക്കുലേഷൻ ഞാൻ കാണിക്കുന്നില്ല, ചെയ്തു വരുമ്പോൾ 2.5 into 10 raised to 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അതിൽ ആ 10 raised to 3 നമ്മൾ കിലോ എന്ന് പറയും, അറിയാമല്ലോ. 10 raised to 3 ഈസ് ഡിനോട്ടഡ് ബൈ കിലോ. ബട്ട് 10 raised to 3ക്ക് വരെ കിലോ എന്ന് എഴുതി കഴിഞ്ഞാൽ 2.5 കിലോ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇതാണ് ആൻസർ.